ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 32 ഇഞ്ച് ചെസ്റ്റ് സൈസുള്ള ഒരു ക്രോസ് കട്ട് ബ്ലൗസ് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം. ബ്ലൗസിൻ്റെ ഇറക്കം 14 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങളുടെ ഇറക്കം കൊടുത്തോണം. ഞാനിവിടെ 14 ഇഞ്ച് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടി കൂട്ടി 15 ഇഞ്ച്. നിങ്ങളുടെ എത്ര ഇറക്കമാണ് അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി കൊടുക്കുക. 1/2 ഇഞ്ച് മുകളിൽ 1/2 ഇഞ്ച് താഴെയുമുള്ള സീം അലവൻസാണ് ഈ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത്. നമ്മളങ്ങനെ ലെങ്ത് മാർക്ക് ചെയ്തു. ഇനി നമ്മൾക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. എൻ്റെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം 9 ഇഞ്ചായതുകൊണ്ട് 5 ഇഞ്ചാണ് ഷോൾഡർ കൊടുക്കുന്നത്. അതുകൊണ്ട് അതിനുശേഷം ആം ഹോൾ നമുക്കൊരു 5.25 ഇഞ്ച് നമുക്ക് കൊടുത്തിട്ട് നോക്കാം നമുക്ക് ആം ഹോൾ റൗണ്ട് കറക്റ്റായിട്ട് കിട്ടുമെന്നുള്ളത്. 5.25 ഇഞ്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ചെസ്റ്റ് ലൈൻ നമുക്ക് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് നമ്മളുടെ 32 ഇഞ്ചാണ്. അതിൻ്റെ 4/1. അവിടെ എക്സ്ട്രാ ലൂസ് വേണമെങ്കിൽ 1/4 ഇഞ്ച് കൊടുക്കാം, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മളുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം 8 ഇഞ്ചിൽ കൂടുതലാണെങ്കിൽ ലൂസ് കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അങ്ങനെ നമ്മൾ അത് മാർക്ക് ചെയ്തു. നമ്മൾ വേസ്റ്റ് മാർക്ക് ചെയ്തു. എൻ്റെ 26 ഇഞ്ചാണ്. അതിൻ്റെ 6.5യും 1 ഇഞ്ച് ടക്കും കൂടെ കൂട്ടി 7.5യും അതിൻ്റെ അപ്പുറത്ത് 1.5 ഇഞ്ച് നമ്മൾ സീം എലമെൻറ്റ്സ് മാർക്ക് ചെയ്തു. ബിഗിനേഴ്സ് ആണെങ്കിൽ 2 ഇഞ്ച് സീം എലമെൻറ്റ്സ് കൊടുത്തോണം. കാരണം എന്തെങ്കിലും പാകപ്പെട്ട് വന്നാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ കാണിച്ചിരിക്കുന്ന ആ ഭാഗത്തിൻ്റെ ഹാഫ് എടുത്ത് എല്ലാം ഞാൻ വീഡിയോയിലും കാണിക്കാറുണ്ട്. അവിടെ നിന്ന് 1 ഇഞ്ച് അകത്തോട്ട് മാറ്റിയിട്ട് ഒരു പോയിന്റ് ഇട്ടിട്ട് ഒരു സ്ലാൻഡിങ് ലൈൻ ഞാൻ നേരെ ഷോൾഡറിലേക്ക് കൊടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ ആ കർവ് വരയ്ക്കുന്നത്. ഈ കർവ് വ്യക്തമായി കിട്ടുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ കർവ് ഇതൊന്നും വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ നിങ്ങൾക്ക് ആമോൾ കർവ് വെച്ച് അത് ഞാൻ പിന്നുള്ള വീട്ടിൽ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ എൻ്റെ ബാക്ക് കൈക്കുടി കിട്ടി. ഇനിയും എൻ്റെ ഫ്രണ്ടിലത്തെ കൈക്കൂടി ഞാൻ 3/4 ഇഞ്ച് സ്ലാൻഡിങ് ലൈൻ ആ കോർണറിൽ നിന്ന് കൊടുത്തിട്ട് ഞാൻ വരയ്ക്കുക. അതിവിടെ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ ഞാൻ വരയ്ക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. 2 ഇഞ്ച് മാത്രം കൊടുത്താൽ മതി. ഒരു പോയിന്റ് പോലും കൂടുതൽ കൊടുക്കേണ്ട. കാരണം 9 ഇഞ്ചാണ് എൻ്റെ കഴുത്തിൻ്റെ ഇറക്കം. അപ്പോൾ 9 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. ഇത്രയും ഇറക്കമുള്ളത് കൊണ്ട് 2 ഇഞ്ച് ധാരാളം. ഇല്ലെങ്കിൽ നമ്മുടെ ഷോൾഡർ നമ്മൾ ഇറങ്ങിപ്പോയെന്ന് വരാം. ഇപ്പോൾ താഴെ ഞാനിവിടെ 2-ന് പകരം 2.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. കാരണം മുകളിൽ നമ്മൾ കുറച്ചല്ലേ ഷോൾഡർ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ താഴെ 2.5 ഇഞ്ച് കൊടുത്തെങ്കിൽ 3 ഇഞ്ച് വരെ നമുക്ക് കൊടുക്കാം. നീറ്റായിട്ട് നല്ലൊരു ഷൂ ഷേപ്പ് കിട്ടണം. നമുക്ക് നിങ്ങൾ 2.5 ഇഞ്ച് കൊടുത്തോണം. അപ്പം നമ്മളതങ്ങനെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് നമ്മളുടെ വേസ്റ്റിൻ്റെ ടക്കിടാം. അത് ഈ കൊടുത്ത സീം അലവൻസ് ഒഴികെയുള്ള ഭാഗത്തിൻ്റെ നേരെ ഹാഫ് എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് മാർക്ക് ചെയ്യുകയാണ്. നമ്മുടെ ബെസ്റ്റും വേസ്റ്റും തമ്മിൽ 6 ഇഞ്ചിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ഇഞ്ചിൻ്റെ ടക്ക് കൊടുത്താൽ പോരാ, 1.25 ഇഞ്ച് ടക്ക് കൊടുക്കണം. ഇവിടെ ഞാൻ ഇവിടുത്തെ അനുസരിച്ച് നോക്കുമ്പോൾ 1.25 ഇഞ്ചാണ് കൊടുക്കേണ്ടത്. ഞാൻ പക്ഷേ 1 ഇഞ്ച് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ അടിച്ച് നോക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് 1.25 ഇഞ്ച് വരെ കൊടുക്കാം. അതായത് 3/4 തന്നെയില്ല, ഒരു 1/2 ഇഞ്ചിനേക്കാൾ 1 പോയിന്റ് കൂട്ടി നമ്മളവിടെ ഒരു ടക്ക് മാർക്ക് നമ്മൾ കൊടുത്തു. കാരണം എന്നാലേ കറക്റ്റ് ഫിറ്റായിട്ട്. എന്തിനാണ് ടക്ക് ഇടുന്ന പലരും ചോദിക്കാതെ ചില സ്ഥലം ടക്ക് ഇടാറേ ഇല്ല. ആ തയ്യക്കാർക്ക് അടിച്ചിറക്കാൻ എളുപ്പം കൊണ്ട് മാത്രമാണ് ടക്ക് ഇടുന്നത്. കൊണ്ട് നമ്മളുടെ ഫിറ്റിങ് കറക്റ്റായിട്ട് കിട്ടും. ഷോൾഡർ ഇറങ്ങിപ്പോയില്ല, നമ്മുടെ സ്ഥാനത്ത് തന്നെ നമ്മൾ ബ്ലൗസ് ഇരിക്കും. എൻ്റെ 36 ഇഞ്ച് ബ്ലൗസൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ. അത് തയ്ച്ച് എത്ര കമൻസാണ് കിടക്കുന്നത്. എൻ്റെ ശരീരത്തിൽ നിന്ന് ബ്ലൗസ് അനങ്ങത്ത് പോലും വരുന്ന ആൾക്കാർ പറയുന്നത്. അപ്പോൾ പെർഫെക്റ്റായിട്ട് നമ്മൾ മെഷർമെൻ്റ് എടുത്ത് പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്താൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലൗസ് അനങ്ങത്ത് പോലും ഇല്ല. ഇനി നമ്മൾ ഷോൾഡറിൻ്റെ ആ സൈഡിലേക്ക് നോക്കി ഞാൻ അവിടെ നെക്കിൻ്റെ സൈഡിലേക്ക് ഞാൻ ഒരു 1/2 ഇഞ്ച് ചെറുതായിട്ട് സ്ലാൻഡിങ് കൊടുത്തിട്ടുണ്ട്. കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ ഞാൻ 1/2 ഇഞ്ച് അടിഭാഗത്ത് ഞാൻ നോക്കി മുകളിലോട്ട് മാറ്റി കൊടുത്തു. കാരണം നമ്മൾ താഴത്തെ ടക്ക് ഇടുമ്പോൾ നമ്മുടെ താഴോട്ട് വലതുവശം സൈഡ് വശം ഇങ്ങനെ താന്നു വരും. അത് വരാതിരിക്കാനാണ്. ഇത് പ്രത്യേകം എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് വെട്ടിയെടുക്കാം. വെട്ടിയെടുത്തിട്ട് നമ്മൾ ഇത് മറ്റേ ഒരു പേപ്പറിലോ തുണിയിലോ, നമുക്ക് ഡയറക്റ്റ് തുണിയിലും വെട്ടാം. ഞാൻ നിങ്ങളെ പേപ്പറിൽ കാണിച്ചത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വെട്ടാം. ഈ ഒരു ബെസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസം വേണമെങ്കിൽ അല്പസ്വല്പം വ്യത്യാസം വരുത്തുന്നത് മാത്രമേ ഉള്ളൂ. അത് വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. അപ്പം നിങ്ങളത് മനസ്സിലാക്കി ചെയ്താൽ മാത്രം മതി. ഇനിയും നമ്മൾ ഇത് അതേപടി മറ്റു പേപ്പറിലേക്ക് ക്രോസായിട്ട് വെച്ചിട്ട് വരയ്ക്കുകയാണ്. ഷോൾഡർ വരച്ചു, കൈക്കൂലിയുടെ അവാൻ്റെ ഡോട്ട് ഇട്ട് നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ സൈഡിൽ ആ കോർണർ മാർക്ക് ചെയ്തു. താഴോട്ട് സൈഡിൻ്റെ പൂർണ്ണമായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നില്ല. കാരണം ബസ്സിൻ്റെ അവിടെ നമുക്ക് കുറച്ച് കൂടുതൽ ലൂസ് കൊടുക്കേണ്ടത് കൊണ്ട് അത് മാർക്ക് ചെയ്തിട്ടില്ല. ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ നെക്കാണ്. നെക്ക് ഫ്രണ്ട് നെക്ക് നമുക്ക് ഇറക്കം ആവശ്യമില്ലല്ലോ. 6 6.5 വെക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ടത് മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ച് കൂട്ടി തയ്യൽ തുമ്പോട് കൂട്ടി നിങ്ങൾ വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഇവിടെ ഞാൻ 7 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. കാരണം 6.5 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെ വേണമെങ്കിൽ നമുക്ക് അത് അങ്ങനെ തന്നെ വരച്ചങ്ങ് വെക്കാം. കാരണം പേപ്പർ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല ചിലപ്പോൾ. വരച്ചിട്ട് അങ്ങോട്ടും അത്ര തന്നെ നമ്മൾ വരച്ചില്ലെങ്കിൽ ഈ ലൈൻ നമ്മൾ ആദ്യം നേരെ മേലോട്ടങ്ങ് വരയ്ക്കുക. അപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ടുള്ളത് കിട്ടും. ഇല്ല ചെരിച്ച് വെച്ചിരിക്കും. ചിലപ്പോൾ അവിടെ ഏറ്റക്കുറച്ചിൽ വന്നാൽ ആകെ കുളമാവും. അതുകൊണ്ട് നമ്മൾ നേരെ
ഈ ഹുക്ക് പട്ടിയുടെ സൈഡ് നമ്മൾ നേരെ മുകളിലോട്ട് സ്വല്പം അങ്ങ് വരയ്ക്കുക, നമ്മുടെ ഫ്രണ്ടിൻ്റെ നെക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരച്ച് കഴിഞ്ഞിട്ട് നമ്മളവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ആ 7 ഇഞ്ചിൽ നിന്ന് അവിടെ ഒരു സ്ക്വയർ രൂപപ്പെടുത്തുകയാണ്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ആ നെക്കും അങ്ങ് വരച്ചിട്ട് നമുക്ക് ഈ പേപ്പർ എടുത്തു മാറ്റാം. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ മിക്കവരും കാണും. സബ്സ്ക്രൈബ് ചെയ്യുന്ന നിങ്ങൾക്ക് ഒരു നഷ്ടമില്ല, ഫ്രീ സബ്സ്ക്രിപ്ഷനാണ് ജീവിതകാലം മുഴുവൻ. ഇത് ചെയ്യുന്നതിനുള്ള ഗുണം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബെൽ ഐക്കോൺ കൊണ്ട് കുത്തി ഓൾ ഓപ്ഷൻ കൊണ്ട് കുത്തണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് എപ്പോഴും എൻ്റെ ഇതിൽ പോയി തപ്പേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അപ്പം നിങ്ങൾ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി ഇവിടെ ഐപ്പട്ടി ഹുക്പട്ടി അവിടെ 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മളവിടെ 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തത് നമ്മൾ തയ്ച്ച് അകത്തോട്ട് വിടാനുള്ള ഭാഗമാണ്. ഇനി നമ്മൾ ഈ ഡോട്ട് ഇട്ടിരിക്കുന്ന കൈക്കൂലിയൊക്കെ നമ്മളങ്ങ് യോജിപ്പിക്കുക. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ്, വിസിബിൾ ആയിരിക്കണമല്ലോ. ഡോട്ട് ശരിക്കും കാണത്തില്ല വീഡിയോക്കകത്തോടെ. അപ്പം നമ്മൾ അതും വരച്ചു. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ബസ്റ്റ് പോയിൻ്റാണ്. നമ്മുടെ ടക്ക് എവിടെ നിന്ന് തുടങ്ങണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. ഇത് ബസ്റ്റ് പോയിന്റ് കണ്ടുപിടിക്കാൻ നമ്മുടെ ശരീരത്തിന് അളവെടുക്കാം, നമ്മൾ ബ്ലൗസിൽ നിന്ന് അളവെടുക്കാം. അതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ ആ വീഡിയോകളൊക്കെ പോയി കാണണം. ഇവിടെ 9 ഇഞ്ചാണ് ബസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അപ്പക്സ് പോയിന്റ്. നമ്മളുടെ ഏറ്റവും ഉയർന്ന ഭാഗത്തിൻ്റെ പോയിന്റ് വന്ന് നിൽക്കുന്ന ഭാഗം, അതാണ് അപ്പക്സ് പോയിന്റ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് മുകളിൽ നമുക്ക് തയ്യൽത്തും പോകുന്നുണ്ട്. 9.5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തു. എന്നിട്ട് നേരെ ഒരു ലൈൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നേരെ വരയ്ക്കുകയാണ്. ഇതാണ് എൻ്റെ ബസ്റ്റ് ലൈൻ. ഈ ബസ്റ്റ് ലൈനിലാണ് ഞാൻ എൻ്റെ ലൂസ് കൊടുക്കുന്നത്. അവിടെയാണ് കൂടുതൽ സ്പേസ് നമുക്ക് ആവശ്യം. ഏറ്റവും ഉയർന്ന ഭാഗം അവിടെയാകുമ്പോൾ അവിടെയാണ് നമുക്ക് എക്സ്ട്രാ സ്പേസ് കൊടുക്കേണ്ടത്. അപ്പം അവിടെ ഒരു ഡോട്ട് ഇട്ടു. ഞാൻ അവിടെ ലൈന് നേരെ അങ്ങ് വരയ്ക്കുകയാണ്, ബസ്റ്റ് ലൈൻ എന്താണെന്ന് മനസ്സിലാക്കാൻ. അവിടെയാണ് നമുക്ക് ബസ്റ്റ് വിഡ്ത്ത് അടയാളപ്പെടുത്താൻ സാധിക്കുന്നത്. നമ്മൾ ബ്ലൗസിൽ നിന്ന് അളന്നെടുക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ ആ ബസ്റ്റ് പോയിന്റിൽ കൂടെ നമ്മുടെ ഐപ്പട്ടിയുടെ അവിടെ നിന്ന് സൈഡിലെ തയ്യൽ വരെയുള്ള ദൂരമാണ് നമ്മുടെ ബസ്റ്റ് വിഡ്ത്ത്. ഇതിപ്പോൾ ഞാനിവിടെ ഫോർമുല വെച്ച് നിങ്ങളോട് പറയുകയാണ് ഇവിടുത്തെ ബസ്റ്റ് വിഡ്ത്ത്. നിങ്ങൾ ബ്ലൗസിൽ നിന്നും കറക്റ്റായിട്ട് അളവെടുക്കാം. 1/4 ബസ്റ്റ് പ്ലസ് 3/4 ഇഞ്ച് തൊട്ട് 1/4 ഇഞ്ച് വരെ കൊടുക്കാം. അപ്പോൾ ഇവിടെ 3/4 ഇഞ്ച് നമുക്ക് ആദ്യമേ കൊടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്നിട്ട് മനസ്സിലാവും. അത് എല്ലാവർക്കും 3/4 ഇഞ്ച് കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 3/4 ഇഞ്ച് മിക്കവാറും ഫിറ്റ് ആവും. ഫിറ്റ് ആകാത്തവർക്ക് മാത്രം 1 ഇഞ്ചൊക്കെ എക്സ്ട്രാ ലൂസ് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ നമ്മൾ 34 ഇഞ്ചാണ് എൻ്റെ ബെസ്റ്റ്, അതിൻ്റെ 8.5 ഇഞ്ചാണ് അതിൻ്റെ 4/1. അതിൻ്റെ കൂടെ ഞാൻ 3/4 ഇഞ്ച് കൂടെ കൂട്ടി 9.4 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്തു. മനസ്സിലായല്ലോ. അപ്പം കുറേ ഏറെ ബസ്റ്റ്, ഇതിൽ 36 ഒക്കെ ബസ്റ്റ് ഉള്ളവരും അതുപോലെ തന്നെ വേസ്റ്റ് കുറവുമാണെങ്കിൽ അവർക്ക് അവിടെ 1 ഇഞ്ച് കൊടുക്കേണ്ടി വരും. ഇതിപ്പം കറക്റ്റായിട്ട് 3/4 ഇഞ്ച് കൊടുത്താൽ ഫിറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇതെങ്ങനെ അളന്നെടുക്കാമെന്നതിന് അവസാനം ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് ഫിറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ അവിടെ നമ്മൾ 9.4 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെ നമ്മൾ ഡോട്ട് ഇട്ടു. എന്നിട്ട് ഈ മുകളിലത്തെ നമ്മളുടെ ബെസ്റ്റ് വിഡ്ത്ത് ഉണ്ടല്ലോ, അത് നമ്മളുടെ 8 ആ 8-ൽ നിന്ന് 1.5 ഇഞ്ച് എക്സ്ട്രാ നമ്മുടെ തയ്യൽത്തും പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ 8 ഇഞ്ചും ഈ കൊടുത്തിരിക്കുന്ന 9.4 ഇഞ്ച് പോയിന്റുള്ളൂ ബെസ്റ്റ് ലൈൻ. അത് നമ്മൾ നേരെ സീത ഒരു സ്കെയിൽ വെച്ച് അങ്ങ് വരച്ചാൽ മതി. ചെരിഞ്ഞ ലൈനേ വരത്തുള്ളത് അങ്ങനെ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ചെരിഞ്ഞ ലൈൻ വെച്ച് നമ്മളതും കറക്റ്റായിട്ട് ഒന്നുകൂടെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തോണം. നമ്മുടെ നമ്മുടെ ചെസ്റ്റ് 32 ആണോ, നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ബെസ്റ്റിൻ്റെ വിഡ്ത്ത് നമ്മളുടെ 9.4 ഇഞ്ചാണെന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തോണം. അപ്പോൾ മുകളിലത്തെ നമ്മുടെ 8ഉം ഇവിടുത്തെ 9.4 മാർക്ക് ചെയ്ത് താഴോട്ട് ഇങ്ങനെ ചെരിച്ച് വരയ്ക്കുമ്പോൾ ചെരിഞ്ഞൊരു ലൈനാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് താഴേക്ക് ചെരിഞ്ഞ് തന്നെ നിൽക്കും നമ്മൾ. ഓക്കെ, നമ്മളപ്പോൾ അത് ഒന്നുകൂടെ കറക്റ്റായിട്ട് നോക്കുകയാണ്, കണ്ടല്ലോ. ഇനി നമ്മൾ നോക്കിയിട്ട് അത് നമ്മൾ കറക്റ്റാണെന്ന് ഒന്നുകൂടെ ഞാൻ ബാക്ക് പാർട്ട് വെച്ച് നോക്കുകയാണ്. എൻ്റെ 8 ഇഞ്ചാണോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ 8.4 ആണെങ്കിൽ ഇവിടെ 8.4 തന്നെ. അത് 4 ഞാൻ ലൂസ് കൊടുത്തിട്ടുണ്ടായിരിക്കും, അത്രയേ ഉള്ളൂ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനിയും നമുക്ക് ഈ ബെസ്റ്റ് ലൈനും ബെസ്റ്റ് പോയിന്റും ഈ ടക്ക് പോയിന്റ് മുകളിലത്തെ ഈ 2 പോയിന്റും കൂടെ നമ്മൾ ഒരു സ്കെയിൽ വെച്ചങ്ങ് യോജിപ്പിക്കുക. ഓക്കെ, അപ്പോൾ അത് കറക്റ്റാണെന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം നോക്കി ഈ പോയിന്റുകൾ തമ്മിൽ ഞാൻ യോജിപ്പിക്കുക. മുകളിലത്തെ ചെസ്റ്റിൻ്റെ പോയിന്റും ഇവിടെ താഴത്തെ ലൈൻ നമുക്ക് നേരെ അങ്ങ് വരയ്ക്കാൻ വേണം, കുഴപ്പമില്ല. ലൈനിൽ വന്ന് മുട്ടിക്കോളൂല്ലോ. അപ്പോൾ നമ്മൾ താഴത്തെ നമ്മുടെ നേരത്തെ മാർക്ക് വെച്ച് നമ്മുടെ ലെങ്തിൻ്റെ ലൈൻ നമ്മൾ വരച്ചതിന് ശേഷം ഈ 3 ലൈൻ ആ ലൈനിലേക്ക് നമ്മൾ സ്കെയിൽ പിടിച്ചിട്ട് ഈ 2 പോയിന്റ് താഴോട്ടുള്ള ആ പോയിന്റ് മുട്ടിച്ചങ്ങ് വരയ്ക്കുക. അപ്പോൾ നമുക്ക് കിട്ടിക്കട്ടെ. താഴോട്ട് നമുക്കൊരു ചെരിവാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ വന്നിരിക്കുന്ന എക്സ്ട്രാ നമ്മളവിടെ അടിച്ചൊതുക്കുമ്പോഴാണ് നമുക്ക് അവിടെ നടുക്ക് ഭാഗത്തായിട്ട് നമുക്ക് ബസ്സിൻ്റെ അവിടെ നമുക്ക് കൂടുതൽ സ്പേസ് കിട്ടുന്നത്, അതായത് നമുക്ക് പഫ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് 3.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. കാരണം നമ്മുടെ അപ്പർ പാർട്ട് എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ അനുസരിച്ച് 13 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 13 ഇഞ്ച് മാർക്ക് ചെയ്തപ്പോൾ നമ്മുടെ 9.5 കൂടെ 3 കൂടെ കൂട്ടുമ്പോഴേ നമുക്ക് 13 ആകത്തുള്ളൂ. അപ്പോൾ 3.5 ഇഞ്ചാണ് എൻ്റെ ടക്കിൻ്റെ
ലെങ്ത് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ 1/2 ഇഞ്ച് നമ്മൾ അടിച്ച് പോകുമല്ലോ, ബാക്കി 3 ഇഞ്ച് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഇപ്പം വരച്ചിരിക്കുന്ന ഈ വരെന്ന് പറയുന്നത് നമ്മുടെ ടക്ക് ലൈനാണ് ഉണ്ടല്ലോ. മുകളിലത്തെ ബസ് ലൈൻ, താഴത്തെ ടക്ക് ലൈൻ. അപ്പോൾ ടക്കിൻ്റെ ലെങ്ത് നമ്മൾ വരച്ചു. ഇനി നമ്മൾ നമ്മുടെ അവിടെ ആ ഒരു ടക്ക് ലൈൻ, അതായത് നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് മുകളിലോട്ട്, അവിടുന്ന് താഴോട്ട് നമ്മൾ ബെൽറ്റാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ബെൽറ്റിൻ്റെ മുകളിലത്തെ ഭാഗമാണ്. അവിടെ നമുക്ക് നമ്മുടെ വേണ്ടത് എത്രയാണ്? 4/1 വേസ്റ്റിൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് കൂടെ വേണമെങ്കിൽ നമുക്കിടാം. അപ്പോൾ അത് എത്രയായി? 6.5 6.25 ലിറ്റർ. ബാക്കിയുള്ളത് എക്സ്ട്രാ കിട്ടുന്നില്ലേ, കണ്ടില്ലേ ഇത് ഈ കാണുന്നത്? അത് നമുക്ക് 3.5 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ടക്ക്. അപ്പോൾ 3.5 ഇഞ്ചിൻ്റെ പപ്പാതി വെക്കുമ്പോൾ 1.25, ഞാനത് മടക്കി വെച്ച് കാണിച്ചതേ ഉള്ളൂ. 1.25 ഇപ്പുറത്തും 1.25 അപ്പുറത്തും കൊടുക്കുമ്പം എനിക്ക് 3.5 ഇഞ്ചിൻ്റെ വിഡ്ത്താണ് എനിക്ക് ടക്കിന് കിട്ടിയിരിക്കുന്നത്. എന്തുകൊണ്ട് ഇത്രയും വിട്ട് ടക്ക് വന്നത്? കാരണം ഈ വ്യക്തിയുടെ ബസ്റ്റും വേസ്റ്റും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? 8 ഇഞ്ച് വ്യത്യാസമുണ്ട്. അപ്പം നമുക്ക് ഇത്രയും വരും. ഏകദേശം 8 ഇഞ്ചോളം നമുക്കിവിടെ വ്യത്യാസം വന്നതുകൊണ്ടാണ് 1.25 വന്നത്. 2 ഇഞ്ച് കൊടുത്താലും കുഴപ്പമില്ല, ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം നമ്മൾ ഇനി അവിടുന്ന് ഒരു 1.25 ഇഞ്ച് പുറകോട്ട് മാറ്റി നമുക്ക് ബോട്ട് ഷേപ്പ് കിട്ടണമല്ലോ. നമ്മൾ 1.25 ഇഞ്ച് പുറകോട്ട് മാറ്റി മാർക്ക് ചെയ്തിട്ട് ഈ ടക്കിൻ്റെ ആ കോർണറിലേക്ക് നമ്മൾ സ്കെയിൽ വെച്ച് യോജിപ്പിക്കുകയാണ്. ഓക്കെ. അപ്പോൾ നമ്മളവിടെ ഇത് സീം എലമെൻറ്റ്സ് നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന 1.5 ഇഞ്ച് പൊക്കി കൊടുത്തില്ല, 1.25 ഇഞ്ച്, സോറി, ആ 1.25 ഇഞ്ചിലേക്ക് നമ്മൾ 15 ഇഞ്ചൊക്കെ ഇറക്കമുണ്ടെങ്കിൽ നമ്മൾ 14.5 ഉണ്ട്, നമുക്ക് 1.5 കൊടുക്കുക. ഇവിടെ നമുക്ക് 1.25 കൊടുത്താലും മതി. 1.5 വേണമെങ്കിലും കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടെ ബെൽറ്റ് ഇച്ചിരി വലുതായിട്ട് ഇരിക്കുമെന്ന് മാത്രമേ വേണ്ടൂ. ഇവിടെ നമ്മൾ ഷേപ്പ് നല്ലൊരു കർവ് ഷേപ്പും കൊടുത്തപ്പോൾ നമ്മുടെ ഫ്രണ്ട് എല്ലാം ശരിയായി. ഇനി നമ്മുടെ ഒരു ടക്ക് ശരിയായി, സെൻട്രൽ ടക്ക്. ഇനി നമ്മുടെ സൈഡ് ടക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ നമ്മൾ നോക്കിക്കേ, ഈ ഒരു സെൻട്രൽ ടക്കിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് നമ്മൾ പുറകോട്ട് മാറ്റി. കാരണം 32 ഇഞ്ച് ആയതുകൊണ്ട് നമ്മൾ 1.25 ഇഞ്ച് മാറ്റിയിട്ട് നമ്മൾ നേരെ ഒരു 1/4 ഇഞ്ചിൻ്റെ ഒരു ടക്ക് കൊടുക്കുമ്പോൾ ആ ടക്കും ശരിയായി. ഇനി സെൻട്രൽ പോയിന്റ് അവിടെ നമുക്കൊരു 1.25, അവിടെ നമ്മൾ 1.25 കൊടുത്തിരിക്കുന്നത്, അവിടത്തേക്കാൾ നമ്മൾ കുറച്ചുകൂടെ മാറ്റി നമ്മളൊരു 1.25 ഇഞ്ച്, 2 ഇഞ്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അത് മാർക്ക് ചെയ്ത് നമുക്ക് ഒരു 1.25 ഇഞ്ച് ധാരാളം കൊടുത്താലും മതിയാവും. അവിടെ നമ്മളൊരു ടക്കും കൂടെ മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ 3 ടക്കും ശരിയായി. ഇപ്പം നമ്മുടെ ഫ്രണ്ട് ആകെപ്പാടെ ശരിയായി. ഈ ടക്ക് ഇട്ട് ഒതുക്കുമ്പോൾ നമ്മുടെ ഈ ചെരിഞ്ഞിരിക്കുന്ന ഭാഗം നേരെ വന്നോളൂ. അങ്ങനെയാണ്. അല്ലാതെ മുകളിൽ നിന്ന് തന്നെ നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ ഒന്നും കൊടുക്കുകയൊന്നും വേണ്ട, ലൂസൊന്നും. ഇങ്ങനെ ബെസ്റ്റ് വിഡ്ത്തിൻ്റെ ബെസ്റ്റ് ലൈനിൽ നിങ്ങൾ എക്സ്ട്രാ കൊടുത്ത് മാർക്ക് ചെയ്ത് ബാക്കി കാണിച്ചപ്പോൾ ഞാൻ അളന്ന് കാണിച്ചില്ലേ, അതാണ് എൻ്റെ ബെൽറ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ബെൽറ്റിൻ്റെ വിഡ്ത്ത് എനിക്ക് 2.5 കിട്ടിയിരിക്കുന്നത്. ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ആ വരച്ചിരിക്കുന്ന താഴോട്ടുള്ള ഭാഗമാണ് 2.5 ഇഞ്ച് എന്ന് പറയുന്നത് എൻ്റെ ബെൽറ്റിൻ്റെ നീളം. അപ്പോൾ നമ്മുടെ ഫ്രണ്ടും നമ്മളിങ്ങനെ വെട്ടിയെടുത്തു. എൻ്റെ മറ്റെല്ലാ വീഡിയോകൾ സംശയമുള്ള ഏത് വീഡിയോ പോയി നോക്കിക്കഴിഞ്ഞാലും ഈ മെത്തേഡ് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ച് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്ലൗസ് കറക്റ്റ് ആയിരിക്കും. നിങ്ങളുടെ ബ്ലൗസ് കറക്റ്റ് ആകുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ മെഷർമെൻറ്റ് എടുത്തതിനകത്തൊരു തെറ്റുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ കറക്റ്റായിട്ട് മെഷർമെൻറ്റ് എടുത്ത് ഇതേ ഫോർമുല കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിറ്റ് ആയിരിക്കുന്നു, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഞാനിവിടെ അളന്ന് നോക്കിക്കുക എൻ്റെ ബെസ്റ്റ് വിടുത്ത ബെസ്റ്റ് ലൈനിൽ കൂടെ എത്രയാണ് എനിക്ക് കിട്ടിയേക്കുന്നത്? എനിക്ക് 9.25 ഇഞ്ചാണ്. അപ്പോൾ 2 ഫ്രണ്ട് പാർട്ട് ഉണ്ടല്ലോ അവിടെ. അപ്പോൾ 9.25 എത്രയായി എനിക്ക് കിട്ടിയേക്കുന്നത്? 18.5 ഇഞ്ച് എനിക്ക് അവിടെ ബെസ്റ്റിൻ്റെ വിടുത്ത്. ഞാൻ നോക്കൂ, എൻ്റെ ബെസ്റ്റ് 34 വരുന്നുണ്ടോ എന്ന് ഞാൻ ക്രോസ് ചെക്ക് ചെയ്യപ്പോൾ ഇവിടെ കണ്ടോ. അപ്പോൾ എനിക്കവിടെ 18.5 കിട്ടി. ഓക്കെ. ഇനി എൻ്റെ ബാക്ക് പാർട്ടിൻ്റെ അതുപോലെ തന്നെ മുകളിൽ നിന്ന് ഏകദേശം ഒരു 10 ഇഞ്ച് ആയിട്ട് മാറ്റിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ എനിക്ക് കിട്ടുന്നത് 7.25 ഇഞ്ചാണ് ഒരു വശത്ത്. അപ്പോൾ 7.25 2 പാളിയുമായിട്ടല്ലേ മടക്കി വെച്ചിരിക്കുമല്ലേ, അപ്പോൾ × 2. അപ്പോൾ എനിക്കവിടെ കിട്ടുന്നത് 15.5 ഇഞ്ച് എനിക്ക് ബെസ്റ്റിൻ്റെ റൗണ്ടിൻ്റെ അത്ര അളവ് കിട്ടുന്നുണ്ട്, അത്ര കിട്ടുന്നുണ്ട് വിഡ്ത്ത്. അപ്പോൾ ഈ 15.5 ഇഞ്ചും ഈ 18.5 ഇഞ്ചും കൂടെ കൂട്ടുമ്പോൾ എനിക്ക് കിട്ടുന്ന എത്രയാ? 34 ഇഞ്ച് എൻ്റെ ബെസ്റ്റ് കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് സംശയം വേണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്പം സ്വല്പം കൂടി ഇങ്ങനെ മാറ്റാമല്ലോ. അപ്പോൾ അതിനാണ് ഇങ്ങനെ ക്രോസ് ചെക്ക്. ഇനി നമുക്ക് നമ്മുടെ കൈ നമുക്ക് വരയ്ക്കാം. കൈ നമ്മുടെ 7.5 ഇഞ്ചാണ് നമ്മുടെ ആംഹോൾ റൗണ്ട്. 7.5 നമ്മൾ അവിടെ നേരെ വരച്ചിട്ട് അത് വരച്ചു. എന്നിട്ട് നമ്മൾ താഴേക്ക് നമ്മൾ 1.5 ഇഞ്ച് കൂടെ കൊടുത്തു. ഓക്കെ. അവിടെ നിന്ന് ഇത് ചെറിയ സ്ലീവാണ്, വെറും 5 ഇഞ്ച് മാത്രം, 4.5 ഇഞ്ച് മാത്രമേ നീളമുള്ളൂ. അതുകൊണ്ട് ഞാൻ 2.5 ഇഞ്ച് മാത്രമേ അതിൻ്റെ ക്യാപ്പ് ഹൈറ്റ് കൊടുത്താൽ മതി. ചെറിയ സ്ലീവിന് 2.5 ഇഞ്ച് മാത്രം മതി. ബാക്കി കുറച്ച് നീളം കൂടുമ്പോഴാണ് നമ്മൾ ക്യാപ്പ് ഹൈറ്റ് കറക്റ്റായിട്ട് നമ്മൾ അളന്നിട്ട് നമ്മൾ 1/12 ചെസ്റ്റിൻ്റെ അങ്ങനെയൊക്കെ നമ്മൾ കാൽക്കുലേഷൻ പറയുന്നുണ്ടല്ലോ, അതിൻ്റെ ആവശ്യമുണ്ട്. ചെറിയ സ്ലീവിന് 3, 4, 5 ഇങ്ങനെയൊക്കെ ഉള്ളതിനെല്ലാം നമ്മൾ 2.5 ഇഞ്ച് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് 1 ഇഞ്ചോളം നമ്മളിങ്ങനെ ഉണ്ടല്ലോ നേരെ തന്നെ വരയ്ക്കുക. എന്നിട്ട് ഈ കൊടുത്തിരിക്കുന്ന ലെങ്ത്തിൽ നേരെ ഹാഫ് എടുത്തിട്ട് അവിടെ വരച്ചു, അതിൻ്റെ ഹാഫ് എടുത്തു. അങ്ങനെ 3 പോയിന്റ് കിട്ടി. മുകളിലത്തെ 2 പോയിന്റും 1/2 ഇഞ്ച് വെളിയിലേക്ക് വരച്ചിട്ട് അകത്തേക്ക് വരയ്ക്കാനായിട്ട് അവസാനത്തെ അതിലൂടെ നമ്മളിങ്ങനെ മുട്ടിച്ച് ഒരു കർവ് ഷേപ്പ് നമ്മൾ കൊടുക്കാനായിട്ട് നമ്മളിതൊന്നും ഇല്ലാതെ തന്നെ വരയ്ക്കാം.
നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ കാണിച്ചു തരും. ഇങ്ങനെ നമ്മൾ നമ്മുടെ സ്ലീവിൻ്റെ ബാക്ക് ഭാഗം കിട്ടി. ഇനി നമ്മളിത് അവർ 4 ഇഞ്ച് കൊടുത്തിരിക്കുന്ന അതിലേക്കൂടെ കൊണ്ടുവന്നിട്ട് നടുക്കത്തെ ഭാഗത്തിന് അകത്തൂടെ കയറ്റി വെളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ അകത്തെ കൈക്കുഴിയും കിട്ടി. ഇനി നമ്മുടെ ആംഹോൾ ഓപ്പൺ റൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ 6 ഇഞ്ചാണ്. അത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുത്ത് വെട്ടിക്കഴിയുമ്പോൾ നമ്മുടെ സ്ലീവ് നമുക്കിവിടെ റെഡിയായി. ഓക്കെ, അപ്പോൾ നിങ്ങൾ നീളമുള്ള സ്ലീവാണ് വെട്ടുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും 2.5 ഇഞ്ച് കൊടുക്കരുത്. നിങ്ങൾ 3 ഇഞ്ച് 3.25 ഇഞ്ചൊക്കെ നിങ്ങൾ കൊടുത്തോണം ക്യാപ്പ് ഹൈറ്റ്. ഇനി ഞാൻ ആ വരച്ചത് അതിന് കൂടി തന്നെ ഞാൻ എൻ്റെ അകത്തെ കൈക്കുഴി കുഴിച്ച് വെട്ടി. എന്നാൽ ഇങ്ങനെ മാർക്ക് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു മാർക്കിങ് ചെയ്തിട്ട് നിങ്ങളുടെ ഈ 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിരിക്കുന്നതിൽ അത്രയും നിങ്ങൾ പൊക്കി വെച്ചിട്ട് കണ്ടോ, എന്നിട്ട് ആ എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം കണ്ടില്ലേ, അതിലേക്കൂടി വെട്ടി ഇറക്കിയാലും നിങ്ങൾക്ക് അകത്തെ കൈക്കുഴി ഷേപ്പ് ഒരു പ്രയാസവും കൂടാതെ കിട്ടും. ഒരു വ്യത്യാസവും വരുന്നില്ല. ഇത് നിങ്ങൾക്ക് ടിപ്പാണ്. ഇതിന് എല്ലാ ടിപ്പിലും പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ. ഞാൻ അകത്തേക്ക് വീണ്ടും വെച്ച് നോക്കി ഒരു വ്യത്യാസവും ഇല്ല. രണ്ടിൻ്റെ ഞാൻ ലൈൻ വരച്ചതും വരയ്ക്കാത്തതും രണ്ടും ഒരുപോലെ തന്നെയാണ് എനിക്ക് അവിടെ കിട്ടിയിരിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപയോഗിച്ച് അകത്തെ കൈക്കുഴി കുഴിച്ച് വെട്ടാവുന്നതുമാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ബെൽറ്റ് വെട്ടുന്നത്? 2.5 ഇഞ്ച് അതിൻ്റെ ബെൽറ്റിൻ്റെ ഇറക്കമെന്ന് പറയുന്ന നീളം. അതിൻ്റെ കൂടെ ഞാൻ ഒന്നും കൂടെ കൂട്ടി 3 2 വശത്ത് മാർക്ക് ചെയ്തു. എന്നാൽ നമ്മുടെ ഹുക്പട്ടി ഐപ്പട്ടിയുടെ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യണം. കാരണം അവിടെ നമുക്ക് ടക്ക് വരുമ്പോൾ നമ്മുടെ അവിടെ 1/2 ഇഞ്ച് കുറയുമല്ലോ. അപ്പോൾ നമ്മൾ ഏത് ഭാഗത്താണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ആ ഭാഗത്തൊരു 1/2 ഇഞ്ച് കൂടെ കൂടുതൽ നമ്മൾ മാർക്ക് ചെയ്യണം. ഇവിടെ മാർക്ക് ചെയ്ത് കണ്ടോ. ഇനി നമ്മൾ ആ ഭാഗത്ത് ഇത് നമ്മൾ നോക്കണം. നമ്മുടെ ടക്ക് എത്രയാണ് നിൽക്കുന്നത്, അവിടെ 2.5 ഇഞ്ചില്ല. അപ്പോൾ ആ 2.5 ഇഞ്ച് അകത്തോട്ട് മാറ്റി നമ്മൾ മാർക്ക് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഒരു 1/2 ഇഞ്ച് ഹുക്പട്ടി അടിച്ച് മറിക്കാനായിട്ട് എക്സ്ട്രാ മാർക്ക് ചെയ്ത് വെച്ചേക്കണം. എന്നിട്ട് അവിടെ നിന്ന് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെ നമ്മൾ ടക്ക് താഴോട്ട് വരുന്നത്. അത് 1 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തിട്ട് ഈ 3 പോയിന്റും കൂടെ നിങ്ങളങ്ങ് സ്മൂത്തായിട്ട് യോജിപ്പിച്ച് നിങ്ങളുടെ ബെൽറ്റ് ഈസി ആയിട്ട് കിട്ടി. ഇതല്ല നിങ്ങൾക്ക് വെച്ച് വേണമെങ്കിലും വെട്ടാം. അതായത് നമ്മൾ ടക്ക് ഫ്രണ്ട് പാർട്ടിന് ടക്ക് നമ്മൾ പൊട്ടിച്ച് വെച്ച് കുത്തിയിട്ട് അതിന് മുമ്പ് ഞാൻ ഒട്ടിച്ച് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. വെച്ചിട്ട് ഈ ഒരു പേപ്പറിലോട്ട് വെച്ചിട്ട് ഈ 3.5 ഇഞ്ച് അളന്നിട്ട് പേപ്പർ വെച്ച് വെട്ടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതും അങ്ങനെ വേണമെങ്കിൽ ഈസിയായിട്ട് വെട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നല്ല ഷേപ്പിൽ നമുക്കൊരു ബെൽറ്റ് കിട്ടി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒരിക്കൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി അയയ്ക്കുക. നിങ്ങൾക്ക് ഇനിയും ഞാൻ എല്ലാ ബ്ലൗസും 32, 34, 38, 40, 42, 44 ഒക്കെ കാണിച്ചു. എന്നിട്ട് നിങ്ങൾ ക്രോസ് കട്ട് ബ്ലൗസ് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് പോലെ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തുടങ്ങാൻ റെഡിയാണ്. നിങ്ങളുടെ അറിയിക്കുന്ന കമൻറ്റ് അനുസരിച്ചിരിക്കും അതൊക്കെ. ഓക്കെ, അപ്പം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കാണും വരെ ബൈ. എല്ലാവരും കാണുക, പഠിക്കുക. എന്നിട്ട് നിങ്ങൾ പേപ്പറിൽ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ ആ പേപ്പർ കളയാതെ വെക്കണം. എന്നിട്ട് തയ്ച്ചിട്ട് വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കി